എല്ലാവർക്കും പത്തനംതിട്ടയിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അബിയും നവിയും കൂടെ ഇങ്ങനെ ഫോൺ വിളിച്ച് സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും അബിയെ വിളിക്കുന്നുണ്ട്, മോളെ എന്നൊക്കെ വിളിക്കുകയാണ്. അപ്പോൾ പറയുന്നത് എന്തോ എന്നൊക്കെ ഇങ്ങനെ വിളിയൊക്കെ കേട്ടിട്ട് പറയുകയാണ്, നീ മോളെ നിന്ന് വിളിക്കണ്ട എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. നിനക്ക് ഇനിയിപ്പോൾ ഞാൻ അവിടെ നിന്ന് വന്നപ്പോൾ നിനക്ക് നല്ല സന്തോഷമായല്ലോ, നിനക്കിപ്പോൾ ഇനി എങ്ങോട്ട് വേണമെങ്കിലും അടിച്ച് പൊളിച്ച് നടക്കാമല്ലോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പറയുകയാണ്, നീ അങ്ങ് പോയപ്പോഴാണ് എനിക്കത് നല്ല വിഷമമായി പോയത്. നമ്മളെ റൂമിൽ അടിയും പിടിയൊക്കെ ആണെങ്കിലും അത് നല്ലൊരു എൻജോയ് ചെയ്യുമായിരുന്നു. ഞാനിപ്പോൾ നീ ഇല്ലാതായപ്പോഴാണ് അതിൻ്റെ ഒരു വിഷമമൊക്കെ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും പറയാണ്, ഇനി ഞാനില്ലയെന്നും പറഞ്ഞുകൊണ്ട് നീ ആ വീട്ടിനകത്ത് ആ ബെഡ്റൂമിൽ ഇനി വേറെ പെണ്ണുങ്ങളെയൊന്നും വിളിച്ച് കേട്ടില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ പറയാണ്, അയ്യേ ഇങ്ങനെയുള്ള അങ്ങനെയൊന്നും നീ പറയല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ പറയണല്ല, നിൻ്റെ സ്വഭാവം എനിക്ക് നന്നായിട്ട് അറിയാമെന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നതെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. നവിയെ, നീ പോയപ്പോൾ ഞാൻ എന്തുമാത്രം വിഷമിച്ചെന്ന് നിനക്കറിയോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. എന്തോന്ന് വിഷമം, ആ ചടങ്ങ് നടക്കുമ്പോൾ പോലും നീ കറക്റ്റ് സമയത്തിന് എത്തിയില്ല. അതുമാത്രമല്ല, നീ മുല്ലപ്പൂ വാങ്ങിക്കാനെന്ന് പറഞ്ഞുകൊണ്ട് പോയിട്ട് തിരിച്ച് വന്നപ്പോൾ മുല്ലപ്പൂവില്ല. സത്യത്തിൽ നീ ഏതോ കാമുകിയെ കാണാൻ പോയല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പറയുന്നുണ്ട്, അന്ന് ഞാൻ എല്ലാം പറഞ്ഞ് ക്ലിയർ ചെയ്തതല്ലേ, പിന്നെ നീ എന്താ ഇങ്ങനെ ചോദിക്കുന്നതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. പിന്നെ ഞാൻ വരാനൊക്കെ ഇറങ്ങിയപ്പോൾ നീ കുറച്ച് സെൻറ്റിയൊക്കെ അടിച്ചു. അതെനിക്കറിയാം, നീ കാര്യസാധ്യത്തിന് വേണ്ടി കരയും, അതുപോലെ തന്നെ കാലും പിടിക്കും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. തെക്കും പറയുകയാണ്, ഞാൻ എന്തായാലും നീ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചോളൂ, അതുപോലെ തന്നെ കാണാനും വരാം എന്നൊക്കെ ഇങ്ങനെ പറയണം. അപ്പോഴത്തേക്കും നവ്യ പറയുന്നുണ്ട്, ഞാൻ മാറി തക്കത്തിന് നീ വേറെ ഒരു പെൺപിള്ളേരെ ചതിക്കാതിരുന്നാൽ മതി എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും ഫോൺ കട്ട് ചെയ്യാണ് ചെയ്യുക. അപ്പോഴത്തേക്കും ഇടയ്ക്ക് നയന വരുന്നുണ്ട്. നവ്യ ഇങ്ങനെ നയനോട് പറയുന്നുണ്ട്, അബിയെ വിളിച്ചത് അവന് നല്ല മാറ്റമുണ്ടെന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ പറയുന്നത്, അവൻ്റെ ഈ പെട്ടെന്നുള്ള സ്നേഹം അങ്ങനെ വിശ്വസിക്കേണ്ട എന്നൊക്കെ പറയുമ്പോൾ പറയണം, അത് നീ എന്നോട് പ്രത്യേകിച്ച് പറയണോ, എങ്കിലും എന്നെ വിളിച്ചല്ലോ അവൻ, ഞാൻ ഇവിടെ വന്നതിന് ശേഷം വിളിക്കില്ല എന്നാണ് വിചാരിച്ചത് എന്നൊക്കെ ഇങ്ങനെ പറയണം. അപ്പോഴത്തേക്കും പറയുന്നുണ്ട്, നയന ഇനി മുത്തശ്ശൻ നിർബന്ധിച്ചിട്ടാണോ വിളിച്ചതെന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും പറയണം, അതാ എൻ്റെയും പേടി, ഇങ്ങോട്ട് സ്നേഹം കാണിക്കുന്നുണ്ടെങ്കിൽ അത് അവനും അവൻ്റെ അമ്മയൊക്കെ എന്തെങ്കിലും ഒരു കാര്യസാധ്യത്തിന് വേണ്ടിയായിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ഇനി ഒരു കുഞ്ഞ് ജനിക്കുമ്പോഴെങ്കിലും സ്വഭാവത്തിൽ മാറ്റം ഉണ്ടായാൽ മതി എന്നൊക്കെ ഇങ്ങനെ പറയണം കേട്ടോ. അപ്പോഴത്തേക്കും പറയുന്നുണ്ട് നയന, ആദ്യം മാറേണ്ടത് അവൻ്റെ അമ്മയാ എന്നിങ്ങനെ പറയുന്നുണ്ട്, അവർ ഈ ജന്മം മാറാൻ പോകുന്നില്ല, കാരണം അവർ ആ തറവാട്ടിലുള്ളതല്ലല്ലോ, അതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള എല്ലാ കുഴപ്പങ്ങളൊക്കെ അവർക്കുണ്ടെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നയന ചോദിക്കുന്നുണ്ട്, അബി ഇങ്ങോട്ട് വരുന്ന കാര്യം വല്ലതും പറഞ്ഞായിരുന്നോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അതൊക്കെ പറഞ്ഞു, അവന് കല്യാണത്തിന് മുമ്പ് നല്ല അഭിനയമായിരുന്നല്ലോ, അതുപോലെയൊക്കെ നന്നായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടല്ലേ എൻ്റെ കല്യാണത്തിന് മുമ്പ് ഞാൻ അവൻ്റെ അഭിനയത്തിൽ വിഴുന്നു പോയി എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നയന പറയണേ, എന്തായാലും നമുക്ക് പ്രാർത്ഥിക്കാം, അവന് എത്രയും പെട്ടെന്ന് നല്ലൊരു മാറ്റമൊക്കെ ഉണ്ടാവാൻ വേണ്ടി പ്രാർത്ഥിക്കാം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. പിന്നെ പറയാണ്, അബി ഇനി ചേച്ചി എത്ര അവഗണിച്ചാലും ആ കുടുംബത്തിൽ നിന്ന് ചേച്ചി ഒരിക്കലും പുറത്ത് പോവില്ല, ചേച്ചിക്ക് അതുപോലെ തന്നെ ഒരു കുറവും ഉണ്ടാവില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ പറയുകയാണ്, എങ്കിലും ഭർത്താവിൻ്റെ കുറവ് ഒരു കുറവ് തന്നെയാണല്ലോ നയനയെന്നൊക്കെ ഇങ്ങനെ നവിയും പറയുന്നുണ്ട് കേട്ടോ. ായിട്ട് കനകയെയും ഗോവിന്ദനെയാണ് കേട്ടോ, നന്ദുവിനെയൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് കനക ഇങ്ങനെ പറയുകയാണ്, ഗോവിന്ദേട്ടൻ ഞാനും നന്ദുവും എന്ത് പറഞ്ഞാലും തമാശയായിട്ടേ എടുക്കുകയുള്ളൂ, എന്നാൽ നേരമ്പോക്കെന്ന് പറയുന്ന ആളല്ലല്ലോ ഗോവിന്ദേട്ടൻ, അതുകൊണ്ട് ഗൗരവമായിട്ട് തന്നെ സംസാരിക്കണം, എന്നാലേ കാര്യങ്ങൾക്കൊക്കെ ഒരു സീരിയസ് ഉണ്ടാവുകയുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നന്ദു പറയുന്നത്, അത് ശരിയാ, ഞാനും പരമാവധി മുഖം കനിപ്പിച്ചിരിക്കുക എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്തേക്കും അവിടേക്ക് നയന വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ചോദിക്കുകയാണ്, ഞാൻ വന്നപ്പോൾ മുതൽ ശ്രദ്ധിക്കുക, എന്താ മൂന്നാൾക്കും പറ്റിയത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കും ഗോവിന്ദൻ പറയുന്നുണ്ട്, ചെയ്ത കാര്യങ്ങൾ വിളിച്ചു പറയുന്നത് എനിക്കിഷ്ടമല്ല, പക്ഷെ നമ്മളൊരു സഹായം ചെയ്താൽ, അല്ലെങ്കിൽ ഒരു വലിയ സഹായം ചെയ്താൽ അവരിൽ നിന്ന് ഒരു ചെറിയൊരു സ്നേഹമെങ്കിലും കിട്ടണം എന്നിങ്ങനെ ഗോവിന്ദൻ പറയുകയാണ്. അതിനുവേണ്ടി ഇപ്പോൾ ഇവിടെ എന്താ ഉണ്ടായത് എന്നിങ്ങനെ നയന ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും ഗോവിന്ദൻ പറയാണ്, എന്താ ഉണ്ടായെന്ന് മോൾക്കറിയില്ലേ? അപ്പോൾ പറയാണ്, മോളെ ഒരു ശരീരത്തിൻ്റെ ഭാഗമാണ് അറുത്ത് മുറിച്ച് അമ്മയ്ക്ക് എടുത്ത് കൊടുത്തതെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കനക ഇടയ്ക്കേറി പറയുന്നുണ്ട്, അത് മാത്രമാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് ഗോവിന്ദൻ ദേഷ്യപ്പെട്ടിട്ട് പറയുന്നുണ്ട്, നീ ഒന്നും മിണ്ടാതിരിക്കുക എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും നയനയൊക്കെ ഇങ്ങനെ ഇത് ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ. കാര്യം അച്ഛൻ ഇങ്ങനെ പറയുന്ന ആളല്ലല്ലോ എന്നുള്ള രീതിയിൽ ഇങ്ങനെ നോക്കുന്നുണ്ട്. എന്നിട്ട് ഗോവിന്ദൻ പറയാണ്, ഞാൻ പറയുന്ന ഇടയ്ക്ക് കയറി സംസാരിക്കില്ലെന്നൊക്കെ ഇങ്ങനെ കനയോട് പറയുന്നുണ്ട്. അപ്പോൾ കനക നക്കി ആക്കിയിട്ട് മിണ്ടാതിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നന്ദുവിന് ഇതൊക്കെ കാണുമ്പോൾ ചിരിയും വരുന്നുണ്ട്. എന്നിട്ട് പറയാണ്, മോളെ അമ്മയിൽ ജീവൻ നിലനിർത്തിയത്,
തന്നെ മോള് ജ്വല്ലറി ജോലിക്ക് പോയതിന് ശേഷം കോടികളുടെ ലാഭമാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. അതും ആദർശ് പറഞ്ഞിട്ടുണ്ട്. അതൊന്നും എനിക്കൊരു വലിയ കാര്യമല്ല. എന്നിരുന്നാലും എനിക്ക് അതിലൊന്നും ഒരു പരാതിയില്ല. കല്യാണം കഴിച്ച് പോകുന്ന വീട്ടിലെ പെൺകുട്ടികൾ ആ വീട്ടിൽ തന്നെയാണ് നല്ല രീതിയിൽ നോക്കേണ്ടത് എന്നിട്ടൊക്കെ. പക്ഷേ കുറച്ച് സ്നേഹമെങ്കിലും എൻ്റെ മോൾക്ക് കൊടുക്കാമായിരുന്നു, കിട്ടുമെന്നാണ് ഞാൻ വിചാരിച്ചതെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ഈ സമയം തന്നെ നവ്യ ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും ഇങ്ങനെ ഗോവിന്ദ് ഇങ്ങനെ ദേഷ്യപ്പെട്ടൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നതൊക്കെ കണ്ടിട്ട് നവ്യ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. നയന പറയുന്നുണ്ട് അതിനിപ്പോൾ അവരൊക്കെ നമ്മളെ നന്നായിട്ട് സ്നേഹിക്കുന്നുണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴത്തേക്കും കനക പറയുന്നുണ്ട് ആരെ സ്നേഹിക്കുന്നു എന്നാണ് നീ പറയുന്നതെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഗോവിന്ദൻ പറയുന്നുണ്ട് നിൻ്റെ അടുത്ത് മിണ്ടാതിരിക്കാനല്ലേ പറഞ്ഞത്, നീ എന്തിനാ സംസാരിക്കുന്നതെന്നൊക്കെ കനക പിന്നെയും വഴക്ക് പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട് ഇന്ന് ആ ചടങ്ങ് നടന്ന സമയത്ത് മോളോട് എന്താ മോളുടെ അമ്മായിയമ്മ കാണിച്ചത്, മോളെ മരുമോളാണെന്ന് അംഗീകരിക്കുകയും വേണ്ട, സ്നേഹിക്കുകയും വേണ്ട, പക്ഷേ അവിടെ ആ വീട്ടിലൊരു അംഗമാണെന്നുള്ളൊരു പരിഗണനയെങ്കിലും കാണിക്കാമല്ലോ. അതെനിക്ക് വളരെ വിഷമമായിപ്പോയി എന്നൊക്കെ ഇങ്ങനെ ഗോവിന്ദൻ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് നല്ല ടെൻഷൻ ആവുന്നുണ്ട്. അപ്പോൾ പറയാണ് നവ്യ അതെന്തായാലും അച്ഛൻ പറഞ്ഞ് ശരിയായിരുന്നു, കുറച്ചെങ്കിലും അമ്മായിയമ്മയ്ക്ക് മരുമോളടുത്ത് കുറച്ചെങ്കിലും ഒരു രീതിയിൽ മാറായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. അപ്പോഴത്തേക്കും ഗോവിന്ദൻ പറയാണ് ഇനി എന്തായാലും ഇങ്ങനെ പോയാൽ ശരിയാവില്ല, അതുകൊണ്ട് ഞങ്ങളൊരു തീരുമാനം എടുത്തു എന്നൊക്കെ ഇങ്ങനെ ഗോവിന്ദൻ പറയുന്നു കേട്ടോ. അപ്പോൾ നയനയൊക്കെ ഇങ്ങനെ എന്താ അച്ഛൻ പറയാൻ പോകുന്നതെന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ്. എന്നിട്ട് ഗോവിന്ദൻ പറയുന്നുണ്ട് മോൾക്ക് വേണമെങ്കിൽ ആദർശിൻ്റെ അടുത്തേക്ക് മടങ്ങിപ്പോവാം, പക്ഷേ അങ്ങനെ അനന്തപുരിയിലേക്ക് മടങ്ങിപ്പോയാൽ പിന്നെ ഞങ്ങളും മോളും തമ്മിൽ യാതൊരു തരത്തിലുള്ള ബന്ധവും കാണില്ല എന്നൊക്കെ ഇങ്ങനെ പറയണം കേട്ടോ. അപ്പോഴത്തേക്കും നവ്യയും നയനയും ഇങ്ങനെ ഞെട്ടി നിൽക്കുകയാണ്, അച്ഛൻ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നതെന്നുള്ള ആലോചിച്ചിട്ട്. അപ്പോഴത്തേക്കും കനക പറയുന്നുണ്ട് അച്ഛൻ പറഞ്ഞത് കേട്ടല്ലോ എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നന്ദുവും പറയാണ് അച്ഛൻ പറഞ്ഞ് 100% ശരി തന്നെയാണ്, അവർക്ക് കുറച്ചുകൂടെ ചേച്ചിയുടെ അടുത്ത് ഒരു മനസാക്ഷിയായിട്ട് പെരുമാറിക്കൂടെ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നയന പറയാണ് അതിന് ഞാനാണ് കരൾ കൊടുത്തതെന്ന് അമ്മയ്ക്ക് അറിയില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ നയന പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും ഗോവിന്ദൻ പറയാണ് അത് പോട്ടെന്ന് വെക്കാം, മോള് ആ വീട്ടിലത്തേക്ക് വേണ്ടിയിട്ടല്ലേ കഠിനാധ്വാനം ചെയ്യുന്നത്, അതെന്താ അവർ മനസ്സിലാക്കാത്തത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് കനക പറയാണ് എന്തായാലും ഇത്തരം കാഴ്ചകളൊന്നും കണ്ടു നിൽക്കാൻ പറ്റുന്നതല്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ഇനി എന്തായാലും മോൾ അങ്ങോട്ട് പോയാലും ഞങ്ങളെങ്ങോട്ട് ക്ഷണിക്കരുത് പിന്നെ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നയനയ്ക്ക് നല്ല വിഷമാവുകയാണ് ചെയ്യുക. എന്നിട്ട് ഗോവിന്ദൻ പറയുന്നുണ്ട് ഒന്നുകിൽ മോൾക്ക് ഇവിടെ നിൽക്കാം അല്ലെങ്കിൽ മോൾക്ക് അവിടെ നിൽക്കാം, പക്ഷെ അവിടെ പോയി കഴിഞ്ഞാൽ ഞങ്ങളെ കാണാൻ വേണ്ടി ഇങ്ങോട്ട് വരരുത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നന്ദു പറയുന്നുണ്ട് ഇത് ആദർശമായിട്ട് വാങ്ങി തന്ന വീടാണ്, അതുകൊണ്ട് നമുക്കെങ്കിൽ ഇവിടുന്ന് മാറാ വെച്ചാന്നൊക്കെ ഇങ്ങനെ പറയണം കേട്ടോ. അപ്പോഴത്തേക്കും ഗോവിന്ദൻ പറയുന്നുണ്ട് അത് പിന്നെ ഇനി പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ, എന്തായാലും മാറണമല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നവ്യ ചോദിക്കുന്നുണ്ട് എന്താ അച്ഛൻ ഇങ്ങനെ പെട്ടെന്നൊരു തീരുമാനം എടുക്കാനുള്ള കാരണം എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. ഇങ്ങനെയൊക്കെ തീരുമാനിച്ചുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ അങ്ങോട്ട് വന്നത് അന്നത്തെ ദിവസം. അപ്പോഴത്തേക്കും എങ്ങനെയാണ് അവിടെ അവരുടെ പെരുമാറ്റം എന്നൊക്കെ നോക്കണമെന്ന് ആദ്യം പറഞ്ഞത് ഗോവിന്ദേട്ടനാണെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നയന ഇങ്ങനെ ഒന്നും മറുപടി ഇല്ലാതെ നിൽക്കുകയാണ്. ഇനി എന്തായാലും ഞങ്ങളങ്ങോട്ട് വരുന്നില്ല ചേച്ചി, അതുപോലെ തന്നെ അമ്മായിയമ്മ മരുമോളെ പരിഗണിക്കാത്ത വീട്ടിലേക്ക് ചേച്ചിയും പോകണമെന്ന് വലിയ താല്പര്യം ഞങ്ങൾക്കില്ല എന്നൊക്കെ ഇങ്ങനെ നന്ദു പറയുന്നുണ്ട് കേട്ടോ. അപ്പം ഗോവിന്ദൻ പറയുന്നത് അങ്ങനെയൊന്നും പറയണ്ട, കല്യാണം കഴിഞ്ഞ പെൺകുട്ടികൾക്ക് അവരുടെ ഭർത്താവിൻ്റെ വീട്ടുകാരുമായിരിക്കും ഏറ്റവും വലുത്, അതുകൊണ്ട് നമ്മളൊന്നും പറയണ്ട, പിന്നെ മോള് പോവുകയാണെങ്കിൽ മോൾക്ക് ഞങ്ങളില്ലാന്ന് മാത്രം തീരുമാനിച്ചാൽ മതി എന്ന് വിചാരിച്ച് ജീവിച്ചാൽ മതി എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നയന ഇങ്ങനെ പറയാണ് എനിക്കങ്ങനെ ജീവിക്കാൻ പറ്റുമോ അച്ഛാ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും പറയാണ് എങ്കിൽ പിന്നെ മോൾ ഇവിടെ തന്നെ നിന്നോ എന്നിങ്ങനെ പറയുന്നുണ്ട്. എന്നിട്ട് പറയാണ് എന്തായാലും അമ്മായിയമ്മ സ്നേഹത്തോടെ വന്ന് വിളിക്കുകയാണെങ്കിൽ മാത്രം മോൾ പൊയ്ക്കോ, അല്ലാതെ ആദർശ മോൻ വന്ന് വിളിച്ചാൽ പോലും മോൾ പോകണ്ട, അങ്ങനെ പോയാൽ പക്ഷേ നന്ദുവും അമ്മയൊക്കെ വഴിയിൽ വെച്ച് കണ്ടാലെങ്കിലും മിണ്ടുമായിരിക്കും, പക്ഷെ ഞാൻ ഒരിക്കലും മിണ്ടില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും എന്നിങ്ങനെ പറഞ്ഞിട്ട് ഗോവിന്ദനങ്ങ് പോവുകയാണ്. അപ്പോഴത്തേക്കും നയനെ ഇങ്ങനെ വിളിച്ചിട്ട് പറയുകയാണ് അച്ഛൻ അങ്ങനെ എന്നെ പൂർണ്ണമായിട്ട് അവഗണിക്കാൻ പറ്റുമോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. അതെൻ്റെ എൻ്റെ പെരുമാറ്റവും ഇതൊക്കെ കാണുമ്പോൾ മോൾക്ക് മനസ്സിലാക്കും, ഇനി സഹിക്കുന്നതിനൊക്കെ ഒരു പരിധിയില്ലേ എന്നൊക്കെ ഇങ്ങനെ ഗോവിന്ദൻ ചോദിക്കുകയാണ് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട് നവ്യയുടെ അമ്മായിയമ്മ എവളോട് അതിന് അപ്പുറമായിട്ട് തന്നെയാണ് പെരുമാറുന്നത്, പക്ഷേ അതിൽ നമുക്ക് പരാതിയില്ല, കാരണം അവൾ അതേ നാണയത്തിൽ തന്നെ തിരിച്ച് മറുപടിയും കൊടുക്കുന്നുണ്ട്, അതേപോലെ അല്ല മോളെ കാര്യം.
പറയുന്നുണ്ട്, ഞാൻ അന്നത്തെ ദിവസം ഞാൻ രക്തം തിളച്ചാൽ ഇറങ്ങി വന്നത്, പിന്നെ മൂർത്തി സാറൊക്കെ ഉള്ളതുകൊണ്ട് ഞാനൊന്നും പറഞ്ഞില്ലെന്നേ ഉള്ളൂ. പക്ഷേ ഇനിയിപ്പോൾ അമ്മ ആദർശിൻ്റെ കാര്യവും പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് വിളിക്കാനായിട്ട് വന്നത്, ഞാൻ പറയാനുള്ളത് മുഖത്ത് നോക്കി പറയുമെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ കനകയ്ക്കൊക്കെ ഇങ്ങനെ ചിരി അടക്കി പിടിച്ച് നിൽക്കുകയാണ്. എന്നിട്ട് കനക ഇങ്ങനെ കണ്ണ് കാണിക്കുന്നുണ്ട് പൊയ്ക്കോ എന്നുള്ള രീതിയിൽ. അപ്പോൾ ഇങ്ങനെ കനകയൊക്കെ നോക്കിയിട്ട് ഗോവിന്ദനങ്ങ് അകത്തേക്ക് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ നയനയ്ക്ക് നല്ല ടെൻഷനാവുകയാണ് ചെയ്യുന്നത്. നന്ദു വന്ന് പറയുന്നുണ്ട്, അച്ഛൻ നല്ല ദേഷ്യത്തിലെ, ചേച്ചി പോണെങ്കിൽ പൊയ്ക്കോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പം നയനിങ്ങനെ പറയുന്നുണ്ട്, അച്ഛനും നന്ദുവും അമ്മയൊക്കെ ഇങ്ങനെ എന്നെ കാണുമ്പോൾ മുഖം തിരിച്ച് നടക്കാനാണെങ്കിൽ പിന്നെ എന്തിനാ ഞാൻ അങ്ങോട്ട് പോകുന്നത്, അതുകൊണ്ട് ഞാൻ പോണില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നയനി അങ്ങകത്തേക്ക് കയറി പോകുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നവ്യ കനകയോട് ചോദിക്കുന്നുണ്ട്, ഇതൊക്കെ ഇത്ര വലിയ വിഷയമായിട്ട് എടുക്കേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറയാണ്, കല്യാണം കഴിഞ്ഞിട്ട് 1 വർഷമായി, പിന്നെ എന്നിട്ട് അവർക്ക് ഒരു മാറ്റവും ഇല്ല, പിന്നെ ഇതൊന്നും വലിയ വിഷയമായിട്ട് എടുക്കണ്ടേ, അതുകൊണ്ട് ഞങ്ങൾ എന്തായാലും എതിർത്തേ പറ്റുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അതുകൊണ്ട് നവ്യ അടുത്ത് പറയുന്നുണ്ട്, ഇനി നിൻ്റെ വയറ്റിലൊരു കുഞ്ഞുണ്ടെന്നും പറഞ്ഞുകൊണ്ട് നീ ഇതിനെ എതിർത്ത് നിനക്കും അച്ഛൻ്റെ നിന്ന് നല്ല തല്ല് കിട്ടും എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ പറയാണ്, അച്ഛൻ ഇങ്ങനെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ദേഷ്യപ്പെട്ടൊക്കെ ഞാൻ കാണുന്നതെന്നൊക്കെ ഇങ്ങനെ പറയാണ്. അതും നയനയോട് ഒരു തരത്തിലും ദേഷ്യപ്പെടേണ്ട ഒരു കാര്യമില്ലല്ലോ അച്ഛന് എന്നൊക്കെ ഇങ്ങനെ നവ്യ പറയണം കേട്ടോ. അപ്പോഴത്തേക്കും നന്ദു പറയുന്നുണ്ട്, അപ്പോൾ പറയാണ്, അച്ഛന് നയനേച്ചിയെ ഒരുപാട് ഇഷ്ടമാണ്, അതുകൊണ്ടാണ് നയനേച്ചി ഇങ്ങനെ അമ്മയമ്മ അവഗണിക്കുന്നത് ചേച്ചിക്ക് അച്ഛന് താങ്ങാൻ പറ്റാത്തതെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നന്ദുവും കനകയും കൂടെ ഇങ്ങോട്ട് പരസ്പരം നോക്കി കണ്ണൊക്കെ ഇറക്കി കാണിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും നവ്യ ഇങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ് ചെയ്യുക. അടുത്തായിട്ട് അനന്തപുരിയാണ് കേട്ടോ കാണിക്കുക. അങ്ങനെ അബി വന്ന് ജലജയോട് പറയുന്നുണ്ട്, നവ്യ വിളിച്ചിരുന്നു, ഒരു ഗുഡ് ന്യൂസ് ഉണ്ടെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഏട്ടത്തിയെ അമ്മായി സ്നേഹിക്കാതെ ഇങ്ങോട്ട് വിടില്ലെന്ന കനകയും ഗോവിന്ദനും ഇങ്ങനെ പറയുന്നെന്നിങ്ങനെ ജലജയോട് പറയുന്ന സമയത്തേക്ക് അവിടേക്ക് ജാനകി വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ചോദിക്കുകയാണ്, സത്യമാണോ മോൻ പറയുന്നതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട്, നവ്യയ്ക്ക് കള്ളം പറയേണ്ട ആവശ്യമില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോഴത്തേക്കും ജലജ പറയുന്നുണ്ട്, എന്തായാലും അവരുടെ ആഗ്രഹം നടക്കാൻ പോണില്ല, ഏട്ടത്തി അവളെ എന്തായാലും സ്നേഹിക്കാനൊന്നും പോണില്ല എന്നൊക്കെ ഇങ്ങനെ ജലജ പറയുകയാണ് കേട്ടോ. ജാനകി പറയുന്നുണ്ട്, ഇനി പഴയതുപോലെ മോനെ കരുതി എന്നെ പോയി ഏട്ടത്തി പോയി വിളിച്ചുകൊണ്ട് വരില്ലേ എന്നോ അറിയില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും അബി പറയാണ്, അങ്ങനെ വിളിച്ചാലും വിടില്ല, അതുപോലെ തന്നെ അമ്മായിയമ്മ സ്നേഹത്തോടെ തന്നെ പോയി വിളിക്കണം, അതാണ് എൻ്റെ അമ്മായിയച്ഛൻ്റെയും അമ്മായിയമ്മയുടെയും കണ്ടീഷൻ എന്നൊക്കെ ഇങ്ങനെ അബി പറയുകയാണ്. ജാനകി പറയുന്നുണ്ട്, എങ്ങനെയെങ്കിലും അവൾ ഇവിടത്തേക്ക് മടങ്ങി വരാതിരുന്നെങ്കിൽ മതിയായിരുന്നു, നവ്യക്കാട്ടിയും സൂത്രശാലിയാണ് നയന, അവളെ എല്ലാവരും മനസ്സിലേക്കും ഇടിച്ചു കയറിക്കൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും അഭി പറയുന്നുണ്ട്, അതൊക്കെ അവിടെ നിൽക്കട്ടെ, അവൾ നമ്മുടെ കമ്പനിയിലെ ചീഫ് ഡിസൈനറാണ്, അവളും ആദർശനും കൂടെ വിചാരിച്ചാൽ നമ്മുടെ കമ്പനി അവർ പിടിച്ചെടുക്കുക തന്നെ ചെയ്യും, അതിനു മുമ്പ് അവിടെ എന്തെങ്കിലും കാര്യം പറഞ്ഞ് മാറി നിൽക്കുന്നതാണ് ഏറ്റവും നല്ലതെന്നൊക്കെ ഇങ്ങനെ അഭി പറയുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും ജലജ പറയാണ്, എന്തായാലും നമുക്ക് ഈ കാരണം കൊണ്ട് ഏട്ടത്തെ തിളപ്പിക്കുകയാണ് ചെയ്യാനുള്ളത്, ഒരിക്കലും ഏട്ടത്തെ അതിൽ ഒരു കോംപ്രമൈസിന് തയ്യാറാവരുതെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും ജാനകി പറയാണ്, നമ്മൾ എന്ത് പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല, ആദർശം അതുപോലെ തന്നെ അച്ഛനും അമ്മയും ഒക്കെ ഇങ്ങനെ പിണങ്ങിയിരുന്നാൽ 2 ദിവസം പിണങ്ങിയിരുന്നാൽ തന്നെ അവളെ വിളിക്കാൻ വേണ്ടിയിട്ട് ചേട്ടത്തി ഓടും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. എന്നും പറഞ്ഞ് കനകയും ഗോവിന്ദനും പറയുന്നത് പോലെ അവളെ സ്നേഹിക്കാൻ ഏട്ടത്തിക്ക് പറ്റുമോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ ജാനകി പറയുന്നുണ്ട്, അതൊരിക്കലും പറ്റില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും അഭി പറയാണ്, അവൾ അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല അമ്മേ, അവളെ ഒന്നാമത്തെ കാര്യം നമ്മുടെ കമ്പനിയിലെ ചീഫ് ഡിസൈനറാണ്, അവളെ ഇങ്ങനെ നമ്മുടെ കമ്പനിയിൽ നിന്ന് ഉടക്കി പിരിഞ്ഞ് പോയാൽ ബാക്കിയുള്ള കമ്പനികൾ അവളെ വിലയ്ക്ക് വന്ന് കൊണ്ടുപോകും, അങ്ങനെ കൊണ്ടുപോയാൽ നമ്മുടെ മൂർത്തിസ് ജ്വല്ലറി തന്നെ മാർക്കറ്റിംഗ് ഇടിയും എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും ജലജ പറയുന്നുണ്ട്, ഇതൊക്കെ വെച്ചിട്ടായിരിക്കും അവർ കനകയും ഗോവിന്ദനും ഇങ്ങനെ ഡിമാൻഡ് ചെയ്യുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. ജാനകി പറയുന്നുണ്ട്, എന്നിരുന്നാലും അവളെ ഇവിടുന്ന് പോകുമല്ലോ, അത് തന്നെ നമുക്ക് നല്ല സന്തോഷമല്ലേ, കാര്യം അവളൊക്കെ ഇവിടെ ഉള്ളത് കൊണ്ട് അനാമിക മോളെ എപ്പോഴും പിണങ്ങി പോകുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും ജലജയ്ക്ക് ഒരു പുച്ഛഭാവമാണുള്ളത്, അവൾ പോണേന് നമുക്കെന്താന്നുള്ള മട്ടില്ലേ. എന്നിട്ട് ജാനകി വളരെ സന്തോഷത്തോട് പറയുന്നുണ്ട്, അവളൊന്നും ഇനി വരാതിരുന്നാൽ മതിയായിരുന്നു, എന്നിട്ട് പറയുകയാണ്, എന്തായാലും ഈ സന്തോഷ വാർത്ത ഞാൻ അനാമിക മോളെ വിളിച്ചറിയിക്കട്ടെ, അവൾക്ക് വലിയ സന്തോഷമാവും എന്നൊക്കെ ഇങ്ങനെ പറയാൻ കേട്ടോ. എന്നിട്ട് ജാനകി അങ്ങ് പോവുകയാണ് ചെയ്യുക. അപ്പോൾ ജലജ പറയുന്നുണ്ട്, എന്തായാലും അനാമിക ഇവിടെ ഉറച്ചു നിൽക്കാനൊന്നും പോകുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് എങ്ങനെയെങ്കിലും അവളെയും കൂടെ പുറത്താക്കണമെന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോഴത്തേക്ക് അഭി പറയുന്നുണ്ട്, കാര്യങ്ങളൊക്കെ കൊള്ളാം, പക്ഷേ ഞാനിപ്പോൾ അത്ര സുഖമുള്ള അവസ്ഥയിലല്ല, ഞാൻ ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നതെന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോഴത്തേക്കും ജലജ ചോദിക്കുന്നുണ്ട്, നിനക്ക് എന്താ പറ്റിയെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കും പറയുകയാണ്, ഒരു തലവേദന ഒഴിയുമ്പോൾ മറ്റൊരു തലവേദന വന്നുകൊണ്ടിരിക്കുക, അതും കൊടുങ്കാറ്റാറ്റ വന്നുകൊണ്ടിരിക്കുന്നതെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുകയാണ്, അമ്മ തൽക്കാലം അത്രയും
പറഞ്ഞാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് അബി പോവുകയാണ് ചെയ്യുക. അടുത്തായിട്ട് കനകയുടെ വീടാണ് കേട്ടോ കാണിക്കുക. അങ്ങനെ രേവതിയും അതുപോലെ തന്നെ വേണുവും അനഘയും കൂടി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് രേവതി പറയുന്നുണ്ട്, ഒരു കാരണവശാലും അമ്മായിയമ്മ മരുമോളെ സ്നേഹിക്കാൻ പാടില്ല മോളെ, അങ്ങനെ സ്നേഹിക്കാതിരുന്നാൽ ഒരിക്കലും അവളിങ്ങോട്ട് വരാനും പോണില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും പറയാണ്, അതെങ്ങനെ അമ്മ, ആദർശേട്ടൻ അവളെന്ന് വെച്ച ജീവനാണ്, അതുപോലെ തന്നെ ആദർശേട്ടൻ ഒരു നിമിഷം പോലും അവളെ കാണാതിരിക്കുകയില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ അവിടുത്തെ ചീഫ് ഡിസൈനറും അല്ലേ നയന എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ രേവതി പറയുന്നുണ്ട്, എന്ന് വെച്ചിട്ട് അമ്മായിയമ്മ ഒരിക്കലും മരുമോളെ മുമ്പ് തല കുനിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ വേണു പറയുന്നുണ്ട്, അങ്ങനെയൊന്നും പറയേണ്ട രേവതി, കാരണം അന്നൊരു അവാർഡ് കൊടുത്തപ്പോൾ അത് വേണ്ടെന്ന് അവൾ പറഞ്ഞപ്പോൾ എല്ലാവരും കൂടെ നിർബന്ധിച്ചല്ലേ അവൾ ആ അവാർഡ് വാങ്ങിയത്. പ്രത്യേകിച്ച് അവളുടെ അമ്മായിയമ്മ, അത് അമ്മായിയമ്മ അവളുടെ മുമ്പിൽ കീഴടങ്ങിയത് കൊണ്ടല്ലേ അവൾ അവാർഡ് വാങ്ങിക്കാൻ തന്നെ സമ്മതിച്ചത്. അതുകൊണ്ട് അതിനെപ്പറ്റിയൊന്നും പറയാതിരിക്കുന്നത് ശരി എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്ക് രേവതി പറയുന്നത് അതും ശരിയാന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോഴത്തേക്ക് രേവതി പറയുന്നുണ്ട്, അങ്ങനെയാണ് അവിടെ പിടിച്ച് നിർത്തിയിരിക്കുന്നതെങ്കിൽ എന്തെങ്കിലും ഇതിൻ്റെ കാര്യം പറഞ്ഞ് ആദർശിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചെടുക്കാനായിരിക്കും അവർ നയനെ പിടിച്ച് അവിടെ നിർത്തിക്കുന്നതെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും അനക്ക പറയുന്നുണ്ട്, ഇപ്പോൾ തന്നെ ഒരു പറച്ചിലുണ്ട്, ആ വീട് അവർ താമസിക്കുന്ന ആ വീട് ഇപ്പോൾ ആദർശേട്ടൻ അവരുടെ അച്ഛൻ്റെ പേരിൽ വാങ്ങി കൊടുത്താണെന്നൊക്കെ ഇങ്ങനെ സംസാരം ഉണ്ടെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ വേണു പെട്ടെന്ന് ചോദിക്കുന്നുണ്ട്, അത് വാടകയ്ക്കല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. അതുകൊണ്ട് എന്തായാലും മോളും അതുപോലെ മോളെ അമ്മായിയമ്മയും ദേവിയനെയും നല്ലപോലെ തിളപ്പിച്ചുകൊണ്ടിരിക്കണം, ഒരു കാരണവശാലും അവളെ പോയി വിളിച്ചുകൊണ്ട് വരരുത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും രേവതി പറയാണ്, എൻ്റെ വേണുവിടെ നമുക്കിതൊക്കെ പറയാനല്ലേ പറ്റത്തുള്ളൂ, ഇനി മോന് വേണ്ടിയിട്ട് അമ്മായിയമ്മ എന്തെങ്കിലും കോംപ്രമൈസിനൊക്കെ തയ്യാറായി അവളെ പോയി വിളിച്ചുകൊണ്ട് വന്നാൽ അവൾ കൂടുതലും അധികാരം അവിടെ അധികാരം കയ്യേറുമെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ രേവതി. അപ്പോഴത്തേക്കും അനഘ പറയുന്നുണ്ട്, പ്രസവിക്കാൻ പോയവളും അവിടെ അനിയത്തി ഇനി ഇങ്ങോട്ട് അനന്തപുരിയിലേക്ക് വരല്ലെന്നാ എൻ്റെ പ്രാർത്ഥന എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും പറയാണ് വേണു, ഇനി എന്തായാലും ഇപ്പം കേട്ട വാർത്ത എന്തായാലും നല്ല വാർത്ത തന്നെയാണ്, എന്തായാലും ഭാര്യയുടെ മുമ്പ് അമ്മ കീഴടങ്ങുന്നത് ഒരു മക്കൾക്കും സഹിക്കാൻ പറ്റാത്ത കാര്യം തന്നെയാണെന്നൊക്കെ ഇങ്ങനെ ഇത് വേണു പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും രേവതി പറയുന്നുണ്ട്, അങ്ങനെ അമ്മയുടെ കൂടെ മോൻ നിന്നാൽ എന്തായാലും ഒരിക്കലും അവൾ നയന ഇങ്ങോട്ട് അനന്തപുരിയിലേക്ക് തിരിച്ചു വരില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ വരല്ലേ എന്നാണ് എൻ്റെ പ്രാർത്ഥന എന്നൊക്കെ ഇങ്ങനെ അനഘ പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും പറയുന്നുണ്ട്, എന്തായാലും ഇന്നോ നാളെയോ ഞാൻ പുറത്താകും, അതിനു മുമ്പ് തന്നെ അവൾ രണ്ടുപേരും പുറത്താവണമെന്നാണ് എൻ്റെ ആഗ്രഹം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. ക്കുന്നത് ജലജ ദേവയാനിയോട് വന്ന് പറയുന്നതാണ് കേട്ടോ. അപ്പോൾ പറയുന്നുണ്ട്, അഹങ്കാരത്തിന് കയ്യും കാലും വെച്ച് നടക്കുക, കനയും അവിടെ മക്കളും ഒക്കെ എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും ദേവയാനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്നിട്ട് ചോദിക്കുന്നത് എന്താ പറയുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കും ഇങ്ങനെ പറയുന്നുണ്ട് ജലജ, 7-ാം മാസം അവിടുന്ന് ആൾക്കാർ വന്നപ്പോൾ മരുമോളടുത്തും അവരടുത്തും വളരെ മോശമായിട്ടാണ് പെരുമാറിയെന്നൊക്കെ ഇങ്ങനെ പറയുന്നതെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും ദേവയാനി ഇതൊന്നും അറിയാത്തതുകൊണ്ട് ചോദിക്കുന്നുണ്ട്, അതിനിപ്പോൾ എന്താണെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും പറയാണ്, അതിനെ അവളെ അച്ഛനും അമ്മയും ഇങ്ങോട്ട് വിടത്തില്ലെന്നാണ് പറയുന്നതെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട്, അവരങ്ങനെ പറഞ്ഞു എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അബിയോട് വിളിച്ച് പറഞ്ഞ കാര്യമാണ് ഞാനിപ്പോൾ എന്തായാലും പറയുന്നത്. എന്തായാലും അമ്മ മരുമോളെ സ്നേഹിക്കാത്തത് കൊണ്ട് ഒരിക്കലും ഇനി അവരിങ്ങോട്ട് വിടത്തില്ലെന്ന് കനകയും ഗോവിന്ദനൊക്കെ പറയുന്നതെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയാണ്, ഇത് ഒരു തരം ബ്ലാക്ക് മെയിലിങ് ചെയ്യുന്നതാണ്, എന്തായാലും ആദർശിന് നയനയില്ലാതെ പറ്റില്ലെന്നറിയാം, അതുകൊണ്ട് അങ്ങനെ വരുമ്പോഴത്തേക്കും ഏട്ടത്തി അവിടെ പോയി വിളിച്ചുകൊണ്ട് വരുമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നതെന്ന് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ അവരിപ്പോൾ അടുത്ത ഡിമാൻഡ് ഇടുക, ഇനി നയന ഇങ്ങോട്ട് മടങ്ങി ഉണ്ടെങ്കിൽ ഏട്ടത്തെ അവിടെ പൊന്നു പോലെ നോക്കണമെന്നൊക്കെ ഇങ്ങനെ പറയണം. അപ്പോഴത്തേക്കും പറയാണ്, അതിനി വേറെ ആളെ നോക്കണമെന്നൊക്കെ ഇങ്ങനെ ദേവയാനി പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും പറയുന്നുണ്ട്, അങ്ങനെ തന്നെ ഏട്ടത്തി പറയേണ്ടത്, അല്ലാതെ അവരെ തോന്നിയ വശത്തിന് കൂട്ട് നിൽക്കുകയല്ല ചെയ്യേണ്ടത്, ഇതിനു മുമ്പ് ഏട്ടത്തി പോയി വിളിച്ചുകൊണ്ട് വന്നില്ലേ, അതുകൊണ്ടാണ് അവരിങ്ങനെയൊക്കെ കാണിക്കുന്നതെന്ന് പറയുന്നുണ്ട് കേട്ടോ ജലജ. അപ്പോഴത്തേക്കും ഇങ്ങനെ ദേവയാനി ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, എനിക്ക് എൻ്റെ മരുമോളില്ലാതെ പറ്റത്തില്ലടി എന്നൊക്കെ ഇങ്ങനെ മനസ്സിലിങ്ങനെ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും ഇങ്ങനെ ജലജ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് പറയും, ഇതിൽ കൂടുതലൊന്നും അന്വേഷിക്കാനൊന്നും ഇല്ല ഏട്ടത്തി, എന്തായാലും നവ്യ വിളിച്ച അബിയോട് പറഞ്ഞത് സത്യം തന്നെയാ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. എന്നിട്ട് പറയാണ്, എല്ലാ ഏട്ടത്തിക്കിന് സംശയം ഉണ്ടെങ്കിൽ ഏട്ടത്തി ഒന്ന് വിളിച്ച് നോക്ക് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഇനി കനകയാണ് വിളിക്കുന്നെങ്കിൽ അവൾ വായി തോന്നിയതൊക്കെ വിളിച്ച് പറയുകയും ചെയ്യും, അതുപോലെ തന്നെ കേൾക്കാൻ പാടില്ലാത്ത വാക്കുകളൊക്കെ പറയും, ഇനി ചിലപ്പോൾ അച്ഛനും അമ്മയൊക്കെ വിളിച്ച് പറഞ്ഞാലും ശരിയാവും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും ദേവയാനി പറയുന്നുണ്ട്,
തന്നെയാണോ അവർ പറയുന്നത് അതിനുള്ള ധൈര്യം അവർക്കുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട് ജലജ അവർ അതും പറയും അതിൻ്റെ അപ്പുറവും പറയും എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. ദേവേനി പറയുന്നുണ്ട് അങ്ങനെ എന്നെ വല്ലതും പറയണമെങ്കിൽ ഒരു ദിവസം മാത്രമേ പറയുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ജലജ ഇങ്ങനെ മനസ്സിൽ ആലോചിക്കുന്നുണ്ട് കേട്ടോ, ചിന്തിക്കുകയാണ്. ഈശ്വര എന്തായാലും ഇവിടെ അച്ഛനും അമ്മയും വിളിക്കണേ എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുകയാണ് കേട്ടോ. പിന്നെ നവ്യ അബിയെ വിളിച്ചെന്നാണ് പറഞ്ഞത്. അപ്പോൾ അബി പറയുന്ന കാര്യങ്ങൾ 100% വിശ്വസിക്കാനും പറ്റില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അതുകൊണ്ടല്ലേ ഏട്ടത്തിയോട് വിളിച്ച് തിരക്കാൻ പറഞ്ഞെന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. എന്നിട്ട് ദേവേനി പറയാണ് ഞാൻ എന്തായാലും അവളെ വിളിക്കാം, നയനെ വിളിക്കാം, എന്നിട്ട് ചോദിക്കാം അവളുടെ അച്ഛനും അമ്മയുടെയും തീരുമാനം എന്താണ്, നിലപാട് എന്തൊക്കെയാണെന്നൊക്കെ ചോദിക്കാം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും പറയാണ് അവിടെ കനക മാത്രമല്ല അവിടുത്തെ കുറുക്കനും ശരിയല്ല എന്നൊക്കെ ഇങ്ങനെ പറയണം. അപ്പം ചോദിക്കുകയാണ് കുറുക്കനോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അത് ഗോവിന്ദനാണ് കേട്ടോ ഇങ്ങനെ പറയുക. അയാളാ എല്ലാത്തിൻ്റെയും സൂത്രശാലൻ, അതുകൊണ്ട് അയാളാ മക്കളുടെ പിന്നിൽ നിന്ന് കളിക്കുന്നതെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അയാൾക്ക് ജോലി ചെയ്യാതെ ജീവിക്കണം, അതിന് വേണ്ടിയിട്ട് അയാൾ ഇങ്ങനെയൊക്കെ കാണിക്കുന്നതെന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ. തന്നെ അയാൾ നൈസിലൊരു വീടൊക്കെ അടിച്ചു മാറ്റി എടുത്തില്ലേ, ആ വീടിൻ്റെ വാടകയ്ക്കാണെങ്കിൽ ആ വാടക കൊടുക്കുന്നത് ആദർശ് തന്നെയായിരിക്കും. അതുപോലെ തന്നെ നയനി ഇപ്പോൾ 5 ശമ്പളക്കാരി ആയില്ലേ, അതും നമ്മുടെ കമ്പനിയിലെ പൈസയല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. എന്തായാലും ഏട്ടത്തി വിളിച്ച് തിരക്കി നോക്കുക, അഭി പറഞ്ഞത് സത്യമാവാനാണ് സാധ്യത എന്നൊക്കെ പറഞ്ഞിട്ട് ജലജ അങ്ങ് പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇതൊക്കെ ആലോചിച്ചിങ്ങനെ ദേവയാനി നിൽക്കുന്നതാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണിക്കുക. അതോടെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.